പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് സഹായധനം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് സഹായധനം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയെയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. കോവിഡ് ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? കോവിഡ് ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയെ സുകൃതം എന്ന് പറയുന്നു. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം. കേരളത്തിലെ ആദ്യ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1999. കേരളത്തിലെ ആദ്യ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നിലവിൽ വന്നത്? ആലപ്പുഴയിൽ. കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നിലവിൽ വന്നത്? ആലപ്പുഴ. കേരളത്തിലെ ഏക സർക്കാർ ആയുർവേദ മാനസിക ആരോഗ്യ ആശുപത്രി. കേരളത്തിലെ ഏക സർക്കാർ ആയുർവേദ മാനസിക ആരോഗ്യ ആശുപത്രിയാണ് കോട്ടയ്ക്കൽ. മാനസികാരോഗ്യ ആശുപത്രി കോട്ടയ്ക്കൽ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 കണക്ക് പ്രകാരം ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള നഗരം കൊല്ലം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 കണക്ക് പ്രകാരം ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള നഗരം കൊല്ലം. ശ്രീ ചിത്തിര തിരുനാൾ ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കൃത്രിമ ഹൃദയവാൽവ്. എൻ്റെ പേരാണ് ചിത്ര. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ കൃത്രിമ ഹൃദയവാൽവ് ഏതാണെന്ന് വെച്ചാൽ ചിത്ര. ശ്രീ ചിത്ര തിരുനാൾ, അതോർത്താൽ മതി. അപ്പോൾ ചിത്ര. കേരളത്തിലെ ആദ്യ മെഡിക്കൽ സർവകലാശാല. കേരളത്തിലെ ആദ്യ മെഡിക്കൽ സർവകലാശാലയാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥാപിച്ചത് 2010. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥാപിച്ച വർഷം 2010. കേരളത്തിലെ ആദ്യ മാനസിക രോഗ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ മാനസിക രോഗ ആശുപത്രി ആരംഭിച്ചത് ഊളംപാറയിലാണ്. അത് തിരുവനന്തപുരത്താണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കേരളത്തിൽ ആദ്യം കൊറോണ വൈറസ് ബാധ കണ്ടെത്തിയ ജില്ല തൃശ്ശൂര്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പല്ല് കൊഴിഞ്ഞുപോയ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ചുപിടിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മന്ദഹാസം. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പല്ല് കൊഴിഞ്ഞുപോയ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ചുപിടിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണത്. ആയുർദളം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആയുർദളം പദ്ധതി എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് മാസാമാസം ധനസഹായം നൽകുന്ന പദ്ധതിയെ സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നു. അപ്പോൾ ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് മാസാമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസ പദ്ധതി. കിടപ്പിലായ രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ. കിടപ്പിലായ രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ കുറവുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്തെന്നാ വിളിക്കണത്, കുട്ടികൾ എന്നുള്ള വിഭാഗത്തിലാണ്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ താലോലിക്കുമല്ലോ, അത് ഓർത്താൽ മതി. അപ്പോൾ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ കുറവുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയെ താലോലം പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതോടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും തീർന്നു. ഇനി അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.